അഖിൽ മാരാർ കോൺഗ്രസിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു വാർത്ത വരികയാണ്, അഖിൽ മാരാർ 2020യിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പോകാൻ പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം സാബു എം ജേക്കബുമായുള്ള ഒരു പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. BJPയുമായി 70% മാത്രം ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നേരിട്ട് NDAയിലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക് പോകാതെ 2020യിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ആയിരുന്നു എന്നെ വിടാതെ പിടിച്ചു നിർത്തേണ്ടിയിരുന്നത്, അവരത് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ 2020യിലേക്ക് പോയി എന്നുള്ളത്. എത്ര കൃത്യമായ നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തന്നെ ആയിരുന്നു എന്നുള്ളത്. കോൺഗ്രസിൽ ആവശ്യത്തിലധികം നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ വിജയ സാധ്യത നോക്കി കൊടുക്കുമ്പോൾ മുഖം നോക്കാതെ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് അഖിൽ മാരാർ പാർട്ടി വിടുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ച സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ആഗ്രഹിച്ചതുപോലെ ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടി ആയിരിക്കുമോ 2020യിലേക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു ചേക്കേറൽ നടത്തിയത്? അത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. ഇപ്പോൾ അഖിൽ മാരാർ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെയും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെയും അടുത്ത സുഹൃത്തൊക്കെ ആയിരുന്നു. ഇവരൊക്കെ തമ്മിൽ നല്ല ആത്മബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഒക്കെ വന്ന സമയത്ത് കൊട്ടാരക്കരയിൽ 9ഓളം സ്ഥാനാർത്ഥികളുടെ പേരൊക്കെയാണ് കേട്ടിരുന്നത്. 9 പേരൊക്കെയാണ് സാധ്യത പറഞ്ഞിരുന്നത്. അതിലൊന്ന് അഖിൽ മാരാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്നു. കൊട്ടാരക്കര സീറ്റ് വേണം എന്നുള്ളൊരു ലൈനൊക്കെ ആയിരുന്നു. അപ്പൊ കൊട്ടാരക്കര കിട്ടില്ല എന്നൊരു ഒരു സാധ്യത ഉണ്ടായപ്പോൾ, അപ്പൊ കൊട്ടാരക്കര ആരായിരിക്കും മത്സരിക്കുക എന്ന് നമുക്കറിയാം. അപ്പോ കൊട്ടാരക്കര കിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ചോദിച്ച സീറ്റുകളൊക്കെ ഏതൊക്കെയാണെന്നറിയോ? നേമം, ധർമ്മടം, പിന്നെ അതുപോലെ മറ്റൊരു സീറ്റ്. അപ്പോൾ നിയമവും ധർമ്മടവും ഒക്കെ കൊടുക്കാൻ കോൺഗ്രസ് ഒന്നാമത് 100ഉം 110ഉം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന പാർട്ടിയാണ്. 49ൽ നിന്ന് 100ലേക്കുള്ള ദൂരം വലുതാണ്. അപ്പോൾ ഓരോ സീറ്റും നിർണായകമായി കാണുന്ന ഒരു പാർട്ടിയോട് കൊട്ടാരക്കര സീറ്റ് വേണമെന്ന് അഖിൽ മാരാരെ പോലുള്ള ഒരു വ്യക്തി ചോദിച്ചാൽ കൊടുക്കാൻ സാധ്യതയില്ല, ഉറപ്പായിട്ടും കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ BJPയിലേക്ക് പോയത് അതുകൊണ്ടാണെന്നാണ്. ഓക്കെ, പൊക്കോളൂ, താങ്കളുടെ ഇഷ്ടം, താങ്കൾ പൊക്കോളൂ, BJP പൊക്കോളൂ. 2020ലാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്ക് BJPയുമായി 70% ഒക്കെ എനിക്ക് യോജിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ് 2020യിൽ പോയതെന്ന്. പോയതോ പോയി, വലിയ ഡയലോഗ് മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ. ഇനി കഴിഞ്ഞ പ്രസ് മീറ്റിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട്. ഒരു യുവമോർച്ച പ്രവർത്തകനോ ഒരു ABVP പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഒരിക്കലും മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന മെറിറ്റ് അതാണ്. ഒരു MLA ആകാൻ അല്ലെങ്കിൽ ഒരു സീറ്റ് നേടാനുള്ള എന്റെ യോഗ്യത എന്ന് പറയുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മെറിറ്റായി അദ്ദേഹം കാണുന്നത്. അതിൽ വലിയ വീമ്പിളക്കുന്നുണ്ട്. ഈ പറയുന്ന അഖിൽ മാരാറിന് അതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മള് പലപ്പോഴായി രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, മിസ്റ്റർ പിണറായി വിജയൻ അല്ലെങ്കിൽ മിസ്റ്റർ വിജയൻ എന്ന് എടുത്തു പറയാൻ അദ്ദേഹത്തിന്റെ ഒരു ഗട്ട്സ് അദ്ദേഹം നേരിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മൾ പോലും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനോടൊപ്പവും ഇതും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് മാത്രം കൊണ്ട് അദ്ദേഹം പാലക്കാട് MLA ആയി എന്നല്ല പറഞ്ഞു വെക്കുന്നത്. നമ്മൾ മിസ്റ്റർ വിജയൻ, മിസ്റ്റർ പിണറായി വിജയൻ എന്ന് വിളിക്കുന്നതും തെമ്മാടി എന്ന് വിളിക്കുന്നതും തമ്മിൽ മറ്റേ അജഗജ അന്തരമുണ്ട്. നമ്മളത് ഈ പറഞ്ഞ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അഖിൽ മാരാർ പല വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ദിലീപ് കേസ്, നടിയെ ആക്രമിച്ച കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിധിക്ക് ശേഷം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വണ്ടിയിൽ പീഡനം നടക്കുക, അതിന്റെ ഡെമോ കാണിച്ചു തരണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നു അശ്വന്ത് ഗോക്കിന്റെ ആണെന്ന് തോന്നുന്നു, ആരുമായിട്ട് ഒരു വലിയൊരു വിവാദവും പ്രശ്നവും ഒക്കെ ഉണ്ടായപ്പോ നിന്റെ വീട്ടിലെ പെങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അണത്തം കാണിച്ചു തരാന്ന് പറഞ്ഞ അത്ര മോശം പരാമർശങ്ങൾ നടത്തുന്ന ഒരു മോശം ചിന്താഗതിയുള്ള, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മോശം ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പലപ്പോഴായി പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ VD സതീശനെ വിമർശിച്ചിട്ടുണ്ട്. കാന്തപുരത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട് വർഗീയത ഉയർത്തിക്കാട്ടിയല്ല നിങ്ങൾ വിജയിക്കേണ്ടത്. എവിടെയാ പോയേക്കുന്നത്? BJPയുമായിട്ടാ പോയേക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തെ സംഘിയാണ് എന്നുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. എനിക്കൊന്നും
നമ്മുടെ നേഷൻ ഫസ്റ്റിൽ രോഹിത്തേട്ടന്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എന്നെ സംഖ്യയാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന്. ആരാ ശ്രമിക്കുന്നത്? അദ്ദേഹം തന്നെ ശ്രമിച്ചു. ഒരു സീറ്റിന് വേണ്ടി പാർട്ടി ഇപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടി വിട്ട് BJP-യോട് ഒട്ടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് 2020 ചേർന്നിട്ട് ഒട്ടി നിൽക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ഇപ്പൊ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ സ്ത്രീപക്ഷ നിലപാടൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയുന്നതാണ്. കാരണം ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ഭർത്താവ് ഇങ്ങനെ തല്ലുമായിരുന്നു, പക്ഷെ അതൊക്കെ സ്നേഹം കൊണ്ടാണ്, തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കലിപ്പന്റെ കാന്താരിയാണ് ഈ പറയുന്ന ഭാര്യ എന്ന് വലിയ രീതിയിൽ ട്രോളുകൾ വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് ഇവർ തമ്മിൽ വളരെ സ്നേഹത്തോടെയുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വരുമ്പോൾ അതിന് താഴെ ഈ ഒരു കമന്റ് പലപ്പോഴായി പലരും കോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ത്രീപക്ഷം എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. പലപ്പോഴായി സംസാരിക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിൽ പോലും അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഒരു സിനിമ സ്റ്റൈൽ ഓഫ് ആക്ഷൻ ആണ്. ഒരു ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല, എന്നാലും ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, സുരേഷ് ഗോപി MP ആയതുപോലെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. കുറെ ഡയലോഗുകൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനും അതുപോലെ മാസ് കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആശയവുമായി പൊതുസമൂഹം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. വളരെ ചുരുക്കം ഈ ജെൻസി പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് യോജിച്ചു പോകുന്നവരൊന്നും അല്ല. വളരെ ചുരുക്കം പേര് മാത്രമാണ് അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് അഖിൽ മാരാർ പറഞ്ഞത് ശരിയാണ്, അഖിൽ മാരാർ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ അദ്ദേഹത്തെ കുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇപ്പൊ അഖിൽ മാരാർ പറയുന്നുണ്ട്, കോൺഗ്രസ് എനിക്ക് സീറ്റ് തരാത്തത് കൊണ്ടാണ് ഞാൻ 2020 ലയിച്ച് BJP ആയിട്ട് NDA ആയിട്ട് കൈകോർക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല, കോൺഗ്രസിന് മറ്റേ നശിച്ചു പോകുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് എല്ലാ കാലത്തും പറയുന്നുണ്ട്, ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്നവരാണെങ്കിലും BJP-യിൽ നിന്ന് വിട്ടുപോയവരാണെങ്കിലും CPM-ൽ നിന്ന് വിട്ടുപോയവരാണെങ്കിലും ആര് തന്നെ വിട്ടുപോയാലും പാർട്ടി നശിച്ചു പോകുന്നൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ ഇറങ്ങിയപ്പോഴും BJP നശിച്ചിട്ടൊന്നുമില്ല, കേരള BJP വളർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അഖിൽ മാരാർ പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയോ ഒരു പ്രശ്നമോ അല്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അദ്ദേഹത്തിന് ഇനി വിമർശിക്കാം, ധൈര്യമായി നമ്മൾ ചോദിക്കുന്നത് പോലെ അഖിൽ മാരാർ കോൺഗ്രസിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. നമ്മൾ ശശി തരൂരിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ശശി തരൂർ പ്രസക്തി ഉണ്ടായിരുന്നു. അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്, ശശി തരൂരിനെ വരെ വിട്ടുകളയാൻ തയ്യാറായ ഒരു പാർട്ടിയിൽ നിന്നാണ് അഖിൽ മാരാറിനെ പോകുന്നത്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, പാർട്ടി പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുന്നു. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അവർ ഈ പറയുന്ന അഖിൽ മാരാറിനെ കണ്ടുകൊണ്ടല്ല ഈ 110 സീറ്റും ഇതിനു മുൻപ് പലപ്പോഴായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അവർ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പദ്ധതികൾ തുടങ്ങിയപ്പോഴും അഖിൽ മാരാർ എന്നൊരു പേര് വലിയ സജീവമായി തന്നെ നമ്മൾ കേട്ടിട്ടൊന്നുമില്ലായിരുന്നു. അതിലും വലുത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു, തൃപ്പൂണിത്തുറ MLA അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലരും അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് വരുന്നത്. പല നേതാക്കന്മാരും പറയുന്നത് മറ്റേ ബോർഡ് വെച്ച കാറിൽ ഇരുന്നു കൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് പോലും ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർക്ക് തൃപ്പൂണിത്തുറ MLA ഒരു പാഠമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു റോൾ മോഡൽ ആകണമെന്നാണ് പറയുന്നത്. താല്പര്യമില്ലെങ്കിൽ വിട്ടുപോയിക്കോളൂ. അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായി ചേർന്ന് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വിട്ടുപോകുന്നതിൽ തെറ്റില്ല. പക്ഷെ വർഗീയത പറയുന്നതിനെ എതിർത്തുകൊണ്ട് ഇത്രയും വലിയൊരു വർഗീയത തൊട്ട് തീണ്ടാത്ത ഒരു പാർട്ടിയിലേക്ക് തന്നെ പോയി എന്ന് പറയുമ്പോൾ വളരെ മികച്ച ഒരു തീരുമാനത്തിലേക്കാണ് അഖിൽ മാരാർ എത്തിയത് എന്നുള്ളതാണ്.